ഇപ്പോൾ കിട്ടിയതായി ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. മന്ത്രിസഭ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് എൻഡിഎ നേതാക്കൾ ഇന്ന് രാഷ്ട്രപതിയെ കാണും. വൈകിട്ട് 6 മണിക്കാണ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുക. പ്രധാനമന്ത്രി ഉൾപ്പെടെ 57 മന്ത്രിമാരാണ് മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ആർക്കെ, എൻഡിഎയുടെ പാർലമെന്ററി പാർട്ടി യോഗം നരേന്ദ്രമോദിയെ നേതാവായി തിരഞ്ഞെടുക്കുന്നു. അതിന് പിന്നാലെ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം, അതിൽ വികസന കാഴ്ചപ്പാടുകൾ, കഴിഞ്ഞകാലത്തെ നേട്ടങ്ങൾ, ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന് വിമർശനം, EVM അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പരിഹാസം. ഇനിയിപ്പോൾ അടുത്ത നടപടി രാഷ്ട്രപതിയെ കാണുക, സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഒരുക്കങ്ങൾ ഏതു തരത്തിൽ പുരോഗമിക്കുന്നു? പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ഉള്ളടക്കവും ആർക്കെ? തീർച്ചയായിട്ടും റിജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭ അധികാരമേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം തയ്യാറായിരിക്കുന്നു. ഇനി പിന്തുണ കത്ത് കക്ഷി നേതാക്കൾ രാഷ്ട്രപതിക്ക് കൈമാറണം. അത് സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. ഈ പിന്തുണ കത്ത് ലഭിക്കുന്ന മുറയ്ക്ക് രാഷ്ട്രപതി നരേന്ദ്രമോദിയെ പുതിയ മന്ത്രിസഭ രൂപീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രപതി ഭവനിലേക്ക് വിളിച്ച് ആയിരിക്കും അദ്ദേഹത്തിന് ആ കത്ത് കൈമാറുക. അതിന്റെ അടിസ്ഥാനത്തിൽ എപ്പോഴാണ് സത്യപ്രതിജ്ഞ എന്നത് പിന്നീട് അദ്ദേഹം രാഷ്ട്രപതി ഭവനെ അറിയിക്കണം. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഞായറാഴ്ച എന്ന് മുൻ തീരുമാനിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ ഒരുക്കം അടക്കം നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം സർക്കാർ അത് ഞായറാഴ്ച അധികാരത്തിൽ എത്തും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വളരെ നിശ്ചിതമായിട്ടുള്ള വിമർശനമാണ് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും എതിരെ നരേന്ദ്രമോദി ഇന്ന് NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉന്നയിച്ചത്. നരേന്ദ്രമോദിയെ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കാനായിട്ടാണ് ഇന്ന് NDAയുടെ പാർലമെന്ററി പാർട്ടി ചേർന്നത്. ആ യോഗത്തിൽ തന്റെ സർക്കാരിന്റെ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം അക്കമിട്ട് നിരത്തി. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രചരണങ്ങൾ അത് വസ്തുതാവിരുദ്ധവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് എന്ന വാദമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്ക് ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടാൻ ഉണ്ട്. രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലെത്തിയ ഈ EVM-നെതിരായിട്ടുള്ള പ്രചരണങ്ങൾ അത് ആണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ അപമാനിക്കാനായിരുന്നു ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ശ്രമം. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടന്നത്. അതിന് ശേഷം ഇപ്പോൾ അവരെല്ലാം മിണ്ടാതിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളതെന്നും ശരി. കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിലെ പ്രസംഗം. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതിയെ കാണാൻ സർക്കാരിന് അവകാശവാദം ഉന്നയിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് NDA. ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. ഭരണവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ LDFന്റെ പരാജയത്തിന് കാരണമെന്ന യാക്കോബായ സഭ നിരണംബദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തയുടെ പരാമർശത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി. പുരോഹിതന്മാരുടെ ഇടയിലും ചില വിവരദോഷികൾ ഉണ്ടാകും, അതാണ് ആ വാചകത്തിലൂടെ കണ്ടത്. സർക്കാർ ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ഉടൻ ലഭ്യമാക്കും, പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുമെന്നും രണ്ടാം പിണറായി സർക്കാരിന്റെ 3-ാം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്നത്തെ ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതൻ്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു. പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത്. ഇനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കേട്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. VA ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിക്ക് പിന്നാലെ തിരുത്തേണ്ടത് തിരുത്തും എന്നൊക്കെയുള്ള പ്രതികരണം CPIM കേന്ദ്രങ്ങളിൽ നിന്ന്, സർക്കാരിൽ നിന്നൊക്കെ വരുന്നതിനിടയിലും ചില വിമർശനങ്ങൾക്കെതിരെ അതിശക്തമായ മറുപടി തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, ഗീവർഗീസ് മാർ കൂർലോസിനടക്കം. ആ വിമർശനത്തിന്റെ ഉള്ളടക്കം എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ വാക്കുകളൊപ്പം തന്നെ പ്രോഗ്രസ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഗിരീഷ്. റീജത്ത് കഴിഞ്ഞ ദിവസമാണ് യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂർലോസ് ഇത്തരത്തിൽ ഇടതുപക്ഷ മുന്നണിക്കെതിരെ വളരെ ശക്തമായ ചില പരാമർശങ്ങൾ അടങ്ങിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദൂർത്തും അതോടൊപ്പം തന്നെ ധാർഷ്ട്യവുമാണ് ഈ പരാജയത്തിന് കാരണം. അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്കെത്തണമെന്നില്ല. ഈ വാക്കുകളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശന
ചടങ്ങിൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വളരെ രൂക്ഷമായ വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. പുരോഹിതന്മാരുടെ ഇടയിലും ചില വിവരദോഷികൾ ഉണ്ടാകും, അതാണ് ആ വാചകത്തിലൂടെ കണ്ടത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. അതോടൊപ്പം തന്നെ ഒരു പ്രളയമുണ്ടാകാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. നേരിട്ട ദുരന്തം ശരിയായ രീതിയിൽ അതിജീവിക്കാൻ നമ്മുടെ നാട് ഒന്നിച്ചുവെന്നതാണ് എന്നാണ് മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് പരാമർശിച്ചത്. മറ്റൊന്ന്, ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ ചില പരാതികൾ സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇത് DA കുടിശ്ശികയുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ DA കുടിശ്ശിക ഉടൻ തന്നെ സർക്കാർ ജീവനക്കാർക്ക് നൽകും. സർക്കാർ ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകൾ സർക്കാർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തത്. അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശികയും ഉടൻ തന്നെ കൊടുത്തു തീർക്കും. ക്ഷേമ പെൻഷൻ മുടക്കുന്നതിന് വേണ്ടി ചില കേന്ദ്രങ്ങൾ ചില ശ്രമം നടത്തുകയുണ്ടായി. ഇതിൽ ഒരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തു. പക്ഷേ സർക്കാർ ഒരു കാരണവശാലും ഇവരുടെ മുന്നിൽ മുട്ടുമടക്കില്ല. ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമാക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശന ചടങ്ങിൽ വ്യക്തമാക്കിയത്. ശരി, VA ഗിരീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ തിരിച്ചടിയുണ്ടായത് പരിശോധിക്കുമെന്ന് രമേശ് ചെന്നിത്തല. കേരള കോൺഗ്രസിനെയും RJDയെയും തിരിച്ചുകൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഭാരത് ജോഡോ യാത്രയുടെ സ്വാധീനമാണ് മഹാരാഷ്ട്രയിൽ കണ്ടതെന്നും രമേശ് ചെന്നിത്തല 24-നോട് പറഞ്ഞു. കേരളത്തിലെ അങ്ങയുടെ മണ്ഡലത്തിൽ ഹരിപ്പാട് ഇപ്പോൾ NDAക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടായതായാണ് മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ആലപ്പുഴ ജില്ലയിൽ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായ അത് ഞങ്ങൾ ഗൗരവമായിട്ട് കാണും, എന്താണെന്നുള്ളത് പരിശോധിക്കും. CPMന്റെ വോട്ടുകളാണ് ധാരാളം പോയിട്ടുള്ളത്. മഹാരാഷ്ട്രയിലെ ഒന്നാമത്തെ രാഷ്ട്രീയ കക്ഷിയായി കോൺഗ്രസ് ഉയർന്നതിൽ വലിയ സന്തോഷമുണ്ട്. കൂട്ടായ നേതൃത്വമാണ് അതിലേക്ക് എത്തിച്ചത്. രാഹുൽ ഗാന്ധിയുടെ യാത്രകൾ, ഒന്ന് ഭാരത് ജോഡോ യാത്രയും ഭാരത് ന്യായ യാത്രയും, അത് രണ്ടും വലിയ പ്രയോജനം ചെയ്ത സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇപ്പോൾ കിട്ടിയതിലേക്ക് വീണ്ടും രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിക്കരുതെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. വയനാട്ടിൽ നിന്ന് രാഹുൽ രാജിവെച്ചാൽ കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലടക്കം തിരിച്ചടി ഉണ്ടാകുമെന്ന് K സുധാകരൻ 24-നോട് പറഞ്ഞു. വയനാട് ഉപേക്ഷിക്കരുതെന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടുമെന്നും K സുധാകരൻ വ്യക്തമാക്കി. വയനാട് ഉപേക്ഷിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, കേരളം സമ്മതിക്കില്ല. അത് വലിയ പ്രശ്നമായി പോകും. നമുക്ക് അല്ല, കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ, കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധിൻ്റെ സ്ഥാനാർത്ഥിത്വം. അതിനിടക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ വലിയ പ്രശ്നമായി പോകും. അതിപ്പോൾ ഇന്ന് മീറ്റിംഗ് ഉണ്ട് വൈകുന്നേരം. ആവശ്യപ്പെടും കേരളം ഉപേക്ഷിക്കാൻ പാടില്ല. യെസ്. തൃശൂരിലെ പരാജയവുമായി ബന്ധപ്പെട്ട് ക്രമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്നും K സുധാകരൻ 24-നോട് പറഞ്ഞു. തൃശൂർ സീറ്റ് നഷ്ടപ്പെട്ടതോടെ BJP ആണ് കയറിയിരിക്കുന്നത്. അതിനെ പാർട്ടി എങ്ങനെയാണ് പരിശോധിക്കുന്നത്? അതിനെ പാർട്ടി വളരെ സീരിയസ് ആയ ആ വിഷയമെടുത്ത് അതിൻ്റെ അകത്ത് ക്രമരഹിതമായ എന്തെങ്കിലും പാർട്ടി നേതൃത്വത്തിൽ നിന്ന് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞങ്ങളത് അന്വേഷിക്കും. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാവും. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. നിതിൻ, രാഹുൽ വയനാട് വിടും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനിടയിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അതിനെ കാണുന്നത് എങ്ങനെയാണ്? K സുധാകരന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? റിജിത്ത്, രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ തട്ടകം അത് ഉത്തർപ്രദേശിലേക്ക് തന്നെ മാറ്റേണ്ടി വരും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. സംസ്ഥാന കോൺഗ്രസ് നേതാക്കളും അത്തരം ചില കണക്കൂട്ടലിൽ തന്നെയാണുള്ളത്. കാരണം 2019-ലും 2024-ലും കേരളത്തിൽ വലിയ മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിച്ചത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ റായ്ബറേലിയിൽ ഇത്തവണ മിന്നും വിജയം രാഹുൽ ഗാന്ധി നേടിയിട്ടുണ്ട്. വാരണാസിയിൽ നരേന്ദ്രമോദി ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ വിജയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഉത്തർപ്രദേശിലടക്കം വലിയ മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കാൻ സാധിച്ച ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തന്നെ തുടരണം എന്നാണ് ഉത്തർപ്രദേശിലതും അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ആവശ്യപ്പെടുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ വയനാട് ഒരു സുരക്ഷിത മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ വയനാട് ഉപേക്ഷിക്കാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത്. പക്ഷേ രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കരുത് എന്നൊരു ആവശ്യം ഹൈക്കമാൻഡിന് മുമ്പാകെ തന്നെ മുന്നോട്ട് വയ്ക്കാനാണ് KPCC അധ്യക്ഷൻ K സുധാകരന്റെ തീരുമാനം. അങ്ങനെ ഉപേക്ഷിച്ചാൽ അത് കേരളത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യയിലടക്കം ദക്ഷിണേന്ത്യയിലടക്കം വലിയ പ്രശ്നമാകും. അത്തരം ചില സാഹചര്യം അങ്ങനെ ഒരു ബാധിക്കുന്ന നിലയിലേക്ക് മാറുമെന്നാണ് ഇപ്പോൾ K സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിക്കുകയാണെങ്കിൽ അവിടെ ആരെ പരിഗണിക്കണം എന്ന ചർച്ചകളിലേക്ക് ഇതുവരെ കോൺഗ്രസ് നേതൃത്വം
കടന്നിട്ടില്ല. പക്ഷേ അപ്പോഴും രാഹുൽ ഗാന്ധി മണ്ഡലം നിലനിർത്താൻ ഒരു ആവശ്യം, അത്തരമൊരു സമ്മർദ്ദം എന്തായാലും ഹൈക്കമാൻഡ് മുമ്പാകെ തന്നെ മുന്നോട്ട് വയ്ക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളായ സുധാകരനും അതോടൊപ്പം വി ഡി സതീശനും ഇപ്പോൾ ഡൽഹിയിലുണ്ട്. നാളെ കോൺഗ്രസ് നേതൃത്വമായി കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ഡൽഹി സന്ദർശനത്തിൽ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കും. പക്ഷേ അന്തിമ തീരുമാനം നേതൃത്വം ഉടൻ തന്നെ സ്വീകരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ആ തീരുമാനം എന്ത് തന്നെയായാലും ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട് മറ്റ് തുടർ നടപടി, ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ സ്വാഭാവികമായിട്ടും ആ ഒരു സ്ഥാനാർത്ഥിയായി മുന്നോട്ട് പോകും എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ മറ്റ് കോൺഗ്രസ് നേതാക്കളടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. പിന്നാക്ക ദളിത് വിഭാഗങ്ങൾ ഇടതുപക്ഷത്തിൽ നിന്നും അകന്നതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ CPM-ന് ദയനീയ പരാജയമുണ്ടായതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കേരളത്തിലെ പിന്നാക്ക ദളിത് വിഭാഗങ്ങളുടെ പരമ്പരാഗത വോട്ടുകൾ ഇത്തവണ ഇടതുപക്ഷത്തിന് കിട്ടിയില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എന്തുകൊണ്ട് ഈ പിന്നോക്ക അധസ്ഥിത വർഗത്തിന് ഇന്ന് നീതി കിട്ടുന്നില്ല? അതിൻ്റെ ഒരു തിരിച്ചടിയല്ലേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കണ്ടത്? പിന്നോക്കക്കാരോടും പട്ടികജാതിക്കാരോടും വേണ്ടത്ര പരിഗണന പലപ്പോഴും കിട്ടാതെ വരുന്നതിൻ്റെ പരിണിത ഫലം കൊണ്ട് അവരുടെ വോട്ടുകൾ, അടിസ്ഥാന വർഗത്തിൻ്റെ വോട്ടുകൾ ഇന്ന് അവർ നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് മാറി മറ്റു ദിശയിലേക്ക് വോട്ട് കൊടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ഈഴവ വോട്ടുള്ള, പിന്നോക്ക വോട്ടുള്ള കോട്ടയമായാലും അതുപോലെ തന്നെ കൊല്ലമായാലും അതുപോലെ ആറ്റുകൽ, ഇവിടെയെല്ലാം തൃശ്ശൂർ, ഇവിടെയെല്ലാം തന്നെ ആ വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ നോക്കുക. വോട്ടിംഗ് പാറ്റേൺ വന്നാൽ എന്തുമാത്രം വോട്ടാണ് മാറിയത്. എബിൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. എബിൻ, വെള്ളാപ്പള്ളി ഈ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ LDF-നുണ്ടായ തിരിച്ചടിയെ കാണുന്നത് എങ്ങനെ? എബിൻ. റിജിത്ത്, പരമ്പരാഗതമായ വോട്ടിലുണ്ടായ ചോർച്ച സംബന്ധിച്ച് ഇടതുമുന്നണിക്കുള്ളിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ ഈ പ്രതികരണം ഉണ്ടാകുന്നത്. ഇടതുമുന്നണിയെ പരമ്പരാഗതമായി തുണച്ചിരുന്ന ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് കാര്യമായി ഈ തവണ ഇടതുമുന്നണിക്ക് ലഭിച്ചില്ല. അതിൻ്റെ ഫലമായിട്ടാണ് പ്രത്യേകിച്ച് കൊല്ലം, ആറ്റിങ്കൽ, കോട്ടയം, തൃശ്ശൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലെ കനത്ത തോൽവിക്ക് ഇതിന് കാരണമെന്നാണ് പറയുന്നത്. ഈഴവ സമുദായത്തിൽ നിന്നുള്ള വോട്ട് ലഭിച്ചില്ല. ഇതെല്ലാം തന്നെ ഇടതുമുന്നണിയുടെ തോൽവിക്ക് കാരണമായി എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും വോട്ട് ചോർച്ചയെ സംബന്ധിച്ച് ഇടതുമുന്നണിക്കുള്ളിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ ഈ പ്രതികരണം വരുന്നത്. രഞ്ജിത്ത്. ശരി, എബിൻ ജോസ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ കിട്ടിയതിലേക്ക് വീണ്ടും കത്വ ഉന്നാവ് ഫണ്ട് തട്ടിപ്പ് കേസിൽ യൂത്ത് ലീഗ് നേതാക്കളായ PK ഫിറോസും CK സുബൈറും കോടതിയിൽ കീഴടങ്ങി. കോഴിക്കോട് കുന്നമംഗലം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കീഴടങ്ങിയത്. ഇരുവർക്കും കോടതി ജാമ്യം നൽകി. ഇരുവർക്കുമായി കഴിഞ്ഞ ദിവസം അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, വിശദാംശങ്ങൾ. രാഹുൽ. TK കത്വ ഉന്നാവോ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. തുടർന്ന് ഇന്ന് ഉച്ചയോടുകൂടിയാണ് യൂത്ത് ലീഗ് നേതാക്കളും കേസിലെ പ്രതികളുമായ PK ഫിറോസും CK സുബൈറും കോടതിയിൽ കീഴടങ്ങിയത്. തുടർന്ന് രണ്ടുപേർക്കും കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. അടുത്ത മാസം 10-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും. നേരത്തെ 2 തവണയാണ് കേസ് പരിഗണിച്ചത്. അന്ന് 2 തവണയും പ്രതികൾ കോടതിയിൽ ഹാജരായിരുന്നില്ല. തുടർന്നാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. കത്വ ഉന്നാവോ ഇരകൾക്കായി 1 കോടി രൂപയാണ് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ സ്വരൂപിച്ചത്. ഇതിൽ 15 ലക്ഷം രൂപ വകമാറ്റി ചിലവഴിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കോടതി നടപടികൾ മുന്നോട്ട് പോകുന്നത്. കേസുമായി ബന്ധപ്പെട്ട് മുൻ യൂത്ത് ലീഗ് നേതാവായ യൂസഫ് പടനിലമാണ് പരാതിക്കാരൻ. TK. ശരി, രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. കോഴിക്കോട് പയ്യോളിയിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. വടകര ചോറോഡ് സ്വദേശി സജീന്ദ്രനാണ് മരിച്ചത്. ലോറി സ്കൂട്ടറിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത്. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, എങ്ങനെയാണ് അപകടം? വിവരങ്ങൾ എന്താണ്? TK, ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വടകരയിൽ നിന്ന് ജോലിസ്ഥലത്തേക്ക് പോവുകയായിരുന്നു ഈ സജീന്ദ്രൻ. അതിനിടയിൽ മൂരാട് വെച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ലോറിക്കടിയിലേക്ക് ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു. ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇദ്ദേഹം തിക്കോടി റെയിൽവേ സ്റ്റേഷനിലെ ട്രാഫിക് സ്റ്റാഫ് കൂടിയാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. ശരി, അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു. നോക്കാം ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാവുകയാണ്.